നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പടിഞ്ഞാറങ്ങാടി നെല്ലിപ്പടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. കപ്പൂർ കൊള്ളനൂർ സ്വദേശികളായ മുബീദ, ജസിൻ, എഞ്ചിനീയർ റോഡ് സ്വദേശി ഷംഷീർ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രിയായിരുന്നു അപകടം. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മുബീനയെ ആദ്യം എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയ്ക്കൽ മിംസ് ആശുപത്രിയിലേക്കും മാറ്റി. അപകടത്തിൽപ്പെട്ട ജസിനും ഷംഷീറിനും ഗുരുതര പരിക്കുണ്ട്. പടിഞ്ഞാറങ്ങാടിയിൽ നിന്നും കൂനമൂച്ചി ഭാഗത്തേക്ക് പോകുകയായിരുന്ന ജസിൻ ഓടിച്ച ബൈക്കും പടിഞ്ഞാറങ്ങാടി ഭാഗത്തേക്ക് വരികയായിരുന്ന ഷംഷീർ ഓടിച്ച ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കുകളുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. പരിക്കേറ്റ യാത്രക്കാരെ ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലഹരിക്കടിമയായ മകൻ വീടിന് തീയിട്ടു. വരവൂർ പുളിഞ്ചോടിലാണ് സംഭവം. മാതാവുമായുള്ള വഴക്കാണ് ആക്രമണത്തിന് കാരണം. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്നാണ് തീയണച്ചത്. വരവൂർ പുളിഞ്ചോട് ആവിശ്ശേരിമുക്ക് ഗണപതി പറമ്പിൽ സന്തോഷിന്റെ ഭാര്യ താര താമസിക്കുന്ന വീടാണ് മൂത്ത മകൻ തീയിട്ടത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 3:30 സംഭവം. ഗ്യാസ് സിലിണ്ടറിന്റെ നോബ് തുറന്നുവിട്ടാണ് തീവെച്ചത്. ഷീറ്റ് മേഞ്ഞ വീടിന്റെ മേൽക്കൂരയും വീടിനുള്ളിലെ മുഴുവൻ സാധനങ്ങളും കത്തിനശിച്ചു. വാർഡ് മെമ്പർ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. ഫയർഫോഴ്സ് വാഹനത്തിന് എത്തിച്ചേരാനുള്ള വഴിയില്ലാത്തതിനാൽ ഇരുചക്ര വാഹനത്തിന്റെ സഹായത്തോടെയാണ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത്. ഫയർഫോഴ്സ് സംയോജിതമായി ഇടപെട്ട് ഗ്യാസ് സിലിണ്ടറിന്റെ തീ അണച്ചതിനാൽ വൻ അപകടം ഒഴിവായി. ലഹരി ഉപയോഗിക്കുന്ന മകൻ നിരന്തരം വീട്ടിൽ അക്രമം നടത്താറുണ്ടെന്ന് മാതാവ് താര പറയുന്നു. എന്നിട്ട് പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. കള്ളും കഞ്ചാവും മേടിച്ചു കൊടുത്തിട്ട് പൈസയും കൊടുത്തിട്ട് പിള്ളേർ പണിക്കൊന്നും പോണില്ല. എല്ലാത്തിനും പൈസ കൊടുക്കുക. ഇടുക്കിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോൾ കൊണ്ടുവരിക കഞ്ചാവും ഒക്കെ. എന്നിട്ട് മേടിച്ചിട്ട് ഇങ്ങനെ ഇപ്പം വിളിച്ചിട്ട് അവൻ കള്ളും കഞ്ചാവും കുടിച്ച് ഇന്നലെ ബൈക്കൊക്കെ കത്തിച്ച് അയാൾ കത്തിച്ചു. എന്നിട്ട് അയാളാണ് ബൈക്കൊക്കെ കത്തിച്ചത്. പിള്ളേർ ഇവിടെ തകർത്തിട്ട് പോയി കഴിഞ്ഞിട്ട് അയാൾ ബാക്കിൽ കൂടെ വന്നിട്ടാണ് ചെയ്തത്. എന്നിട്ട് പിള്ളേരോട് പറഞ്ഞു കൊല്ല് ഇടരുത്, അവളെന്നെ കൊല്ലണം, അവളെന്നെ കൊന്നാലേ ശരിയാവുള്ളൂ, അവിടെ ജീവിക്കാൻ പറ്റില്ല, അവളെ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രിയിലും വഴക്കുണ്ടായിട്ടുണ്ട്. പോലീസിൽ മാതാവ് പരാതി നൽകിയിരുന്നു. 2 മക്കളാണ് താരയ്ക്കുള്ളത്. ഭർത്താവുമായി വഴക്കിട്ട് മൂത്ത മകനോടൊപ്പമാണ് താമസം. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ TR ഷിബു, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അൻഷാൽ, ബിജു, സുധീഷ്, ഷിബു, അക്ഷയ്, ഹോംഗാർഡ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഓങ്ങല്ലൂർ കാരക്കാട് പാറപ്പുറത്ത് പുലി ഇറങ്ങിയെന്ന അഭ്യൂഹം. CCTV ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. എന്നാൽ ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് വനംവകുപ്പ്. ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പാറപ്പുറം പ്രദേശത്ത് പുലി ഇറങ്ങിയതായുള്ള അഭ്യൂഹം പരന്നത്. പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നു. സമൂഹമാധ്യമങ്ങളിൽ ഇത് പ്രചരിച്ചതോടെ ഓങ്ങല്ലൂർ പ്രദേശത്തുകാരും വലിയ ആശങ്കയിലായി. പാറപ്പുറത്തെ വീട്ടിലെ CCTVയിൽ നിന്നുമാണ് പുലിയുടേതെന്ന് സംശയിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടെത്തിയെന്നായിരുന്നു പ്രചരണം. തുടർന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഒറ്റപ്പാലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറും പട്ടാമ്പി സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥരുമാണ് സ്ഥലത്തെത്തി പരിശോധിച്ചത്. ദൃശ്യങ്ങൾ കാട്ടുപൂച്ചയുടേതാകാമെന്ന നിഗമനത്തിലാണ് ഉദ്യോഗസ്ഥർ. ആശങ്ക വേണ്ടെന്നും ഈ പ്രദേശങ്ങളിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. യുവത്വത്തെ ലഹരിയിലേക്ക് കൈപ്പിടിച്ചു കൊണ്ടുവരുന്ന സമീപനമാണ് ഭരണകൂടങ്ങൾ സ്വീകരിച്ചു വരുന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് കുറ്റപ്പെടുത്തി. കുലുക്കല്ലൂർ മുളയൻകാവിൽ യൂത്ത് ലീഗിന്റെ ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു PK ഫിറോസ്. നൽകാം ജീവന്റെ തുള്ളികൾ എന്ന പ്രമേയത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് ബ്ലഡ് കെയർ രക്തദാന ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കുൽക്കല്ലൂർ പഞ്ചായത്തിലെ മുളയങ്കാവിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ് നിർവഹിച്ചു. യുവതലമുറയെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാക്കുന്നതിനുള്ള ഒത്താശയാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. നമ്മളൊന്നും കേൾക്കാത്ത പുതിയ പുതിയ പേരുകൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിലേക്ക് പോലും ലഹരിയുടെ രൂപത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. LSDയും സ്റ്റാമ്പും
MDMA-യും നമ്മളൊന്നും കേൾക്കാത്ത അങ്ങനെ പല പേരുകളും ചെറിയ കുട്ടികൾക്കിടയിലേക്ക് വരെ വ്യാപകമാകുകയാണ്. നാട് ഭരിക്കുന്ന സർക്കാരാണെങ്കിൽ അതിനുവേണ്ടി എല്ലാം ഒത്താശം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പാലക്കാട് ജില്ലയിൽ തന്നെ ഒരു മദ്യനിർമ്മാണശാല തുടങ്ങുന്നതിന്റെ വാർത്തകൾ ഈ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊക്കെ കേട്ടു. സർക്കാരിന്റെ ഭാഷയിൽ മദ്യം എന്ന് പറഞ്ഞാൽ ലഹരിയല്ല എന്നാണ്. മുമ്പൊരാൾ പറഞ്ഞിട്ടുണ്ട്, റമ്മെന്ന് പറഞ്ഞ മദ്യം ഞങ്ങൾക്ക് ഹറാമല്ല റമ്മാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞതുപോലെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മദ്യം എന്ന് പറഞ്ഞാൽ ലഹരിയല്ല. ഈ ലഹരിയാണ് ആദ്യമായി കുട്ടികളുടെ വായിലേക്ക് കൊടുക്കാൻ സർക്കാർ തന്നെ പ്രേരിപ്പിക്കുന്നത്. IT പാർക്കുകളിൽ, കേരളത്തിലെ IT പാർക്കുകളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സർക്കാർ പറഞ്ഞത് ബിയർ പാർലറുകളും വൈൻ പാർലറുകളും IT പാർക്കുകളിൽ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. ഈ IT പാർക്കും ബിയർ പാർലറും വൈൻ പാർലറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് എനിക്കറിയില്ല. ചെറുപ്പക്കാർക്ക് ഇത് ആവശ്യമാണ് എന്ന് സർക്കാർ തന്നെ തീരുമാനിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ട്രഷറർ ഇസ്മായിൽ വയനാട് അധ്യക്ഷനായിരുന്നു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മാരായമംഗലം, ഗഫീർ കോൽക്കളത്തിൽ, CK മുഹമ്മദ് അലി, KTA ജബ്ബാർ, PM മുസ്തഫ തങ്ങൾ, റിയാസ് നാലകത്ത്, അഡ്വക്കേറ്റ് മുഹമ്മദ് അലി മറ്റാന്തളം തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. നിരവധി പേർ ക്യാമ്പിലെത്തി രക്തദാനം നടത്തി. കൂറ്റനാട് പ്രതീക്ഷ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ മാനവീയം ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. അന്ത്യകാല പരിചരണം ലഭിച്ച അന്തരിച്ച 3757 രോഗികളുടെ വീടുകളിൽ 300 വാഹനങ്ങളിൽ 1000 സന്നദ്ധ സേവകർ ഏകദിന ഗൃഹസന്ദർശനം നടത്തി. ചാലിശ്ശേരി മുലയമ്പറമ്പത്ത് ക്ഷേത്രമൈതാനിയിൽ രാവിലെ 9 മണിക്ക് ഫ്ളാഗ് ഓഫ് നടന്നു. കുട്ടികളുടെ പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സോലൈസ് സ്ഥാപക ഷീബ അമീർ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ഷൊർണൂർ DYSP R മനോജ് കുമാർ മുഖ്യാതിഥിയായി. തുടർന്ന് തൃത്താല ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിലെ രോഗികളുടെ വീടുകളിലേക്ക് വളണ്ടിയർമാർ രോഗികൾക്ക് ലഭ്യമായ പരിചരണത്തെക്കുറിച്ച് വിലയിരുത്തുന്നതിനായി എത്തി. പരിചരണം ഓഡിറ്റ് ചെയ്യുക എന്നതും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിയുക എന്നതുമാണ് മാനവീയം പരിപാടിയിലൂടെ പ്രതീക്ഷ ലക്ഷ്യം വെക്കുന്നത്. ഹോം കെയർ ഓഡിറ്റിനു ശേഷം നിലവിൽ രാത്രി 10 മണിവരെ നടക്കുന്ന ഹോം കെയർ ഫെബ്രുവരി മാസം മുതൽ 24 മണിക്കൂറും പരിചരണം ലഭ്യമാക്കുകയാണ്. ഇതിനു മുന്നോടിയായാണ് നാളിതുവരെ നടത്തിയ പ്രവർത്തനങ്ങളെപ്പറ്റി രോഗികളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. തൃത്താല മേഖല ഫെസ്റ്റിവൽ കോർഡിനേഷൻ കമ്മിറ്റി ഉദ്ഘാടനം ചാലിശ്ശേരി മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര ഹാളിൽ നടന്നു. ചടങ്ങിന്റെ ഭാഗമായി ഉത്സവാഘോഷങ്ങളും ആന എഴുന്നള്ളിപ്പും ഇൻഷുറൻസ് പരീക്ഷയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടന്നു. ചമ്പക്കര വത്സൻ ഉദ്ഘാടനം ചെയ്തു. പൂമുള്ളി ഉണ്ണി അധ്യക്ഷനായി. ആനയെഴുന്നള്ളിപ്പിലെ നിയമവശങ്ങളെക്കുറിച്ച് മണ്ണാർക്കാട് ഫോറസ്റ്റ് റേഞ്ച് ജിനേഷ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഇൻഷുറൻസ് പരിരക്ഷയെക്കുറിച്ച് രാമനാരായണനും മൃഗസംരക്ഷണവുമായി ബന്ധപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ രാജീവും സംസാരിച്ചു. ഷൊർണൂർ DYSP മനോജ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. അജി വലിയറ സ്വാഗതം പറഞ്ഞു. മേഖലയിലെ 90ഓളം ആരാധനാലയങ്ങളുടെ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളാണ് കോർഡിനേഷൻ കമ്മിറ്റിയിലുള്ളത്. പട്ടാമ്പിയിൽ സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതിയുമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷനും അൽ ഷഹാമ കണ്ണാശുപത്രിയും രംഗത്ത്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ചുമട്ടുതൊഴിലാളികൾക്കുമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ കൊപ്പം ഏരിയ കമ്മിറ്റിയുടെയും അൽഷാമ കണ്ണാശുപത്രി പട്ടാമ്പിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ചുമട്ടുതൊഴിലാളികൾക്കും അവരുടെ കുടുംബത്തിനും 1 വർഷക്കാലം സൗജന്യ നേത്രരോഗ വിമുക്ത പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ജനുവരി 26 രാവിലെ 10 മണി മുതൽ അൽഷാമ കണ്ണാശുപത്രി ക്യാമ്പ് ഒരുക്കിയിട്ടുണ്ട്. മുഹമ്മദ് മോഹസിൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. ഓട്ടോ ചുമട്ടുതൊഴിലാളി സംഘടനാ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അൽഷഹാമ കണ്ണാശുപത്രി പട്ടാമ്പി സംയുക്തമായി നേത്ര വിമുക്ത ക്യാമ്പ് 1 വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പാണ്. ഓട്ടോ തൊഴിലാളികൾക്കും അതുപോലെ ചുമട്ടു തൊഴിലാളികൾക്കും ഒരു കൈത്താങ്ങായി നമ്മൾ ഈ സമൂഹത്തിൽ ഇന്നേ വരെ ഓർക്കെല്ലാം മൂലം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം നല്ല പ്രവൃത്തികൾ ഇതിന് മുന്നേ ചെറിയ ചെറിയ പരിപാടികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നമ്മളത് ഒന്നുകൂടി നല്ലൊരു പ്രോഗ്രാമാക്കി മാറ്റാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പരിപാടികൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകുന്നത്. ഈ പരിപാടിയിൽ കൂടുതൽ ആളുകളെ എത്തിക്കാൻ വേണ്ടി ഓൾക്കെല്ലാം മല്ല ഫാൻസ് സംയുക്തമായിട്ട് ഇത് എല്ലാവിധ ഒരുക്കിയിട്ടുണ്ട്. മോഹൻലാലിന്റെ പുതിയ സിനിമയായ എമ്പുരാന്റെ ടീസർ റിലീസിനോടനുബന്ധിച്ചാണ് ഇത്തരമൊരു പദ്ധതിയുമായി രംഗത്തിറങ്ങിയിരിക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ സൂചിപ്പിച്ചു. നമ്മുടെ പ്രിയതാരം മോഹൻലാൽ ഫാൻസ് അസോസിയേഷനോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ സമൂഹത്തിലേക്ക് ബന്ധം ചെയ്യുകയാണെങ്കിൽ ഞാനത് വളരെയധികം ആഗ്രഹിക്കുന്നു, ഞാൻ അത് വളരെയധികം ഇഷ്ടപ്പെടുന്നു എന്നാണ്.
അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പുതിയ പടമായ എമ്പുരാൻ ടീസർ ഈ വരുന്ന 26-ാം തീയതി ഇറങ്ങുകയാണ്. അതിനോടനുബന്ധിച്ചുകൊണ്ട് വളരെ മനോഹരമായ വലിയൊരു പ്രോഗ്രാം പട്ടാമ്പിയിൽ നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ പ്രോഗ്രാം ആവിഷ്കരിച്ചുള്ളത്. അതിന് അൽഷാമ നമുക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകുകയും ചെയ്യുന്നു. ക്യാമ്പിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾക്ക് 1 വർഷം നീണ്ടു നിൽക്കുന്ന സൗജന്യ ചികിത്സയും മറ്റു ആനുകൂല്യങ്ങളുമാണ് പദ്ധതിയിലൂടെ നൽകുന്നതെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. 1 വർഷക്കാലം നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ, അവരും അവരുടെ കുടുംബം, അവർക്ക് അൽഷഹാമയിൽ 1 വർഷക്കാലം ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും. എത്ര പ്രാവശ്യം വന്നാലും അവർക്ക് ഫ്രീ കൺസൾട്ടേഷൻ ആയിരിക്കും. അവർക്ക് കണ്ണടകളോ അതല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ വേണമെങ്കിൽ അതിനൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഈ വർഷം നമുക്ക് സർജറി കാര്യങ്ങൾ മറ്റുള്ള നമ്മുടെ സഹോദര സ്ഥാപനങ്ങളിലേക്ക് അവരെ റെഫർ ചെയ്യാൻ പറ്റുകയാണ് ചെയ്യുക. അടുത്ത വർഷം മുതൽ 2026 മുതൽ അൽഷഹാമയുടെ സ്വന്തം സർജറി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ അതിനുള്ള സ്പെഷ്യൽ ഡിസ്കൗണ്ടോടെയും അവർക്ക് സ്പെഷ്യൽ പദ്ധതിയോടെയും ഞങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട്. നേരത്തെ ബഹുമാനപ്പെട്ട നമ്മുടെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മൾ ഇത് 1 വർഷക്കാലല്ല തുടർച്ചയായി കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നയനം എന്ന ഈ പദ്ധതി ഓരോ വർഷവും പുതിയ പുതിയ പദ്ധതികളായി മുന്നോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. വാർത്താ സമ്മേളനത്തിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളായ ടി ശശി, ടി ശിവകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ കെ മനോജ്, അൽഷാമ ഡയറക്ടർ അബ്ദുൽ അസീസ് കോടിയിൽ, മാർക്കറ്റിംഗ് മാനേജർ MR സ്വാന്ദ്ര എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു. പട്ടാമ്പി നഗരസഭയിൽ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്കുള്ള കൂലി കുടിശ്ശിക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ട് UDF-ന്റെ സമരം. നഗരസഭ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തൊഴിലാളികളുടെ കൂലി കൊടുക്കാൻ കുടിശ്ശികയുള്ളത് 70 ലക്ഷം. കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത് നടപടിയെടുക്കൂ അധികാരികളെ. എരിപൊരി കൊള്ളും വെയിലത്ത് ജോലിയെടുത്തു കഴിഞ്ഞിട്ട്. പട്ടാമ്പി നഗരസഭയിലെ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് കൂലിക്കുടിശ്ശിക ഇനത്തിൽ 70 ലക്ഷം രൂപയാണ് നഗരസഭ നൽകാനുള്ളതെന്നാണ് UDF-ന്റെ ആരോപണം. ഈ തുക ഉടൻ നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് UDF മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. കൗൺസിലർ KR നാരായണസ്വാമി പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഈ നഗരസഭയിൽ ഇരിക്കുന്ന ആളുകൾ ഒരു മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തായിരിക്കും ജീവനക്കാരുടെ സ്ഥിതി? മാസക്കണക്കിൽ കൂലി കൊടുക്കാതെ പാവപ്പെട്ടവർ അവരുടെ ഗതികേട് കൊണ്ട് ചെയ്യുന്ന ഈ തൊഴിലിനെ എത്രമാത്രം നീചമായാണ് അത് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. തനത് ഫണ്ടെടുത്ത് തൊഴിലാളികൾക്ക് കൂലി കൊടുത്താലും കുഴപ്പമില്ലെന്ന് ഞങ്ങൾ കൗൺസിലർമാർ പലതവണ പറഞ്ഞതാണ്. എന്തുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇവർ കണ്ടില്ല എന്ന് നടിക്കുന്നത്? നമുക്കറിയാം, ഇതേ തൊഴിലുറപ്പ് തൊഴിലാളികളെ അവരുടെ ലെവി പിരിച്ച് പാർട്ടിക്ക് ഫണ്ടുണ്ടാക്കുന്ന പ്രസ്ഥാനങ്ങളുള്ള പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിൽ, അവരുടെ അധ്വാനത്തിന്റെ വയർപ്പ് പറ്റുന്ന സംഘടനയുള്ള ഈ മുനിസിപ്പാലിറ്റിയിൽ എന്തുകൊണ്ട് അവരുടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പരിദേവനങ്ങളും അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ ഈ മുനിസിപ്പാലിറ്റി തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. UDF-ന്റെ കൗൺസിലർമാരെ ഒന്ന് കാണുകയും അവരൊക്കെ ഈ ആവശ്യങ്ങൾ പറയുകയും അവരുടെ ദയനീയാവസ്ഥ, അവർക്കൊന്ന് മരുന്ന് മേടിക്കണം, അവർ ജ്വല്ലറിയിൽ പോയി സ്വർണം മേടിക്കാനല്ല അവർ ചോദിക്കുന്നത്, അവരുടെ അന്നന്നത്തെ അന്നത്തിനും വസ്ത്രത്തിനും വേണ്ടിയാണ് അവരുടെ രോഗങ്ങൾ ചികിത്സിക്കാൻ വേണ്ടിയാണ് അവർ പൈസ ചോദിക്കുന്നത്. CA റാസി അധ്യക്ഷനായിരുന്നു. ഉമ്മർ കിഴായൂർ, CA സാജിദ്, C സംഗീത, K ബഷീർ, V സേതലവി, അനസ് കൊടലൂർ, മുസ്തഫ, മുനീറ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. ഗോവയിൽ നടന്ന ദേശീയ കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വേണ്ടി 3 സ്വർണവും 2 വെള്ളിയും 3 വെങ്കലവും കരസ്ഥമാക്കി ദേശമംഗലം തലശ്ശേരി ഹാർഡ് നോക്ക് ഫൈറ്റേഴ്സ് അക്കാദമിയിലെ താരങ്ങൾ. കിക്ക് ലൈറ്റ് വിഭാഗത്തിൽ അദ്വിക സ്വർണവും പോയിന്റ് ഫൈറ്റ് കിക്ക് ലൈറ്റ് എന്നിവയിൽ ഫർഹാൻ സ്വർണവും, ഗോകുൽദാസ് ഇരുവിഭാഗത്തിലും വെള്ളിയും, അഭയ്കൃഷ്ണ, അബ്ദുൾ നാജിദ്, ഇർഫാൻ യൂസുഫ് എന്നിവർ കിക്ക് ലൈറ്റിൽ വെങ്കലവും നേടി. ഹാർഡ് നോക്ക് ഫൈറ്റേഴ്സ് അക്കാദമിയിലെ സീനിയർ കോച്ച് മുഹമ്മദ് ഷാബിൻ, ഇൻസ്ട്രക്ടർ ഫൈസി അബൂബക്കർ എന്നിവരുടെ കീഴിലാണ് പരിശീലനം നടത്തിവരുന്നത്. പരുതൂർ ഗ്രാമപഞ്ചായത്തിൽ കേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്തു. 2024-25 വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6,39,000 രൂപ ചെലവഴിച്ചാണ് 21,300 കിലോഗ്രാം ജൈവവളം വിതരണം ചെയ്തത്. പഞ്ചായത്ത് പ്രസിഡന്റ് APM സക്കറിയ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ MP ഹസൻ, അഭി എടമന, വഹീദ ജലീൽ, ബ്ലോക്ക് മെമ്പർ PTM ഫിറോസ്, കൃഷി ഓഫീസർ ജാസ്ബീർ, രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇതോടെ നെളിയറ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.